സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയേട്ടനാണെങ്കിൽ ഈ അരുന്ധതിയെ കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുമ്പം ഈ പ്രഭാവതിക്കോ നന്ദനൊന്നും അതത്ര ഇഷ്ടമാവുന്നില്ലെങ്കിലും ഹരിയേട്ടൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേസമയം ഋഷിയാണെങ്കിൽ ഈ സി പിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം സി പി പറയുന്നുണ്ട്, ഋഷി ഇത് വലിയ അപകടം ചെയ്യും, എന്തായാലും ഈ കൊലപാതക കേസ് ദേവിക അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ നന്ദനെങ്ങാനും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കീഴടങ്ങിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം ഉണ്ടാവും. അപ്പോൾ ഋഷി തന്നെ പിടിക്കപ്പെടും. ഋഷിയുടെ കൂടെ നിൽക്കണ കെവിനും ഇസബല്ലിയും ഒന്നും അന്നേരം ഋഷിക്കൊപ്പം സഹായത്തിന് ഉണ്ടാവില്ല. മേഡം മാത്രമേ ഉണ്ടാവുള്ളൂ ഋഷിക്ക് വേണ്ടി സങ്കടപ്പെടാൻ. അതുകൊണ്ട് ഋഷി എത്രയും പെട്ടെന്ന് ഈ നാടകം അവസാനിപ്പിക്കണതാണ് നല്ലത്. എന്തായാലും ചന്ദ്രോത്തുകാരോടുള്ള വിരോധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ ഋഷീനെയും മേഡത്തിനെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള പ്രതികാരം ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞില്ലേ, ഇനി ഇത് വേണ്ട, ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ. അന്നേരം അരുന്ധതിയും പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം ഋഷിയോട് പറഞ്ഞതാ സി പി, പക്ഷെ ഋഷി കേൾക്കണില്ല. അവസാനം ഞാൻ സത്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പം ഋഷി പറയണത് ഋഷി ആത്മഹത്യ ചെയ്യുന്ന, ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണേന്ന് പറയുമ്പം സി പി പറയുന്നുണ്ട്, ഇതിലൊന്നും ആലോചിക്കാനില്ല മേഡം, എത്രയും പെട്ടെന്ന് സത്യങ്ങൾ അവരെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഈ കെവിനും ഇസബല്ലേക്കും നന്ദനോടും ദേവികയോടും ഭയങ്കര ശത്രുതയുണ്ട്. അതിൻ്റെ പേരിലാണ് അവർ ഋഷിക്ക് കൂട്ടു നിൽക്കണത്. ഇനിയിപ്പം ഋഷി ജീവിച്ചിരിക്കണമെന്ന് നന്ദനയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ദോഷമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലായാൽ അവരെന്തായാലും ഋഷിയെ കൊല്ലാനും മടിക്കില്ല. ഇസബല്ല അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നണില്ല. അന്നേരം അരുന്ധതിയും പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നണത്. എന്തായാലും ഇവൻ സമ്മതിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സി പി തന്നെ ഇവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. ആ സമയത്ത് സി പിക്ക് ഒരു കോള് വരുന്നുണ്ട്. സി പി കോൾ എടുത്തതും മേഡം ഓഫീസിൽ നിന്നാണ് വിളിക്കണേ, ഞാനെന്നാൽ ഓഫീസിലോട്ട് പോട്ടെ, വൈകിട്ട് ഞാൻ ഇതിൽ വരാമെന്നും പറഞ്ഞുകൊണ്ട് സി പി പോകുന്നുണ്ട്. സി പി പോയി കഴിഞ്ഞ് അരുന്ധതിയും ഋഷിയും അകത്തേക്ക് കയറി വന്നതും കോളിംഗ് ബെല്ല് അടിക്കണ ഒച്ച കേൾക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി വന്ന് ഡോറ് തുറക്കുമ്പം കാണുന്നത് ഹരിയങ്കിളിനെയാണ്. ഈ ഹരിയങ്കിളിനെ ആണെങ്കിൽ അരുന്ധതിക്ക് നേരത്തെ പരിചയമുള്ളതുമാണ്. അങ്ങനെ അരുന്ധതി ഹരിയങ്കിളിനെ കണ്ടതും, ഓ ഹരിസാറോ, എന്താ സാറേ സാറ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഹരിസാറ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചന്ദ്രോത്തുള്ളവർ പറഞ്ഞ അരുന്ധതി ഇതാണല്ലേ, ഇവരായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, എന്തായാലും ഞാൻ വന്ന കാര്യം തൽക്കാലം പറയണ്ട എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, സാറെന്താ ആലോചിച്ച് നിൽക്കണേ, അകത്തേക്ക് കയറുക സാറേന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറിയതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, സാറെന്താ ഇവിടെ വന്നേ, സാർ എവിടെയെങ്കിലും പോയിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ ഈ വഴി പോയതാ, അപ്പോഴാണ് അരുന്ധതി ഇവിടെ താമസിക്കണേന്ന് പറഞ്ഞ്, എന്നാൽ അരുന്ധതിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് കയറിയതാ. അരുന്ധതിയുടെ മകൻ എന്ത് അവനിവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഈ അരുന്ധതിയാണെങ്കിൽ ഋഷി ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കാര്യമൊന്നും ഓർക്കാതെ തന്നെ, അവനിവിടെ ഉണ്ട് സാറേ, ഞാനിപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഋഷിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഋഷി ഇറങ്ങി വന്നതും ഈ ഹരിസാറിനെയാണ് ഈ ഋഷിക്ക് അറിയില്ല. അന്നേരം അരുന്ധതി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഋഷി നിനക്ക് ഈ സാറിനെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് ജഡ്ജാ നമ്മളുടെ ഹരിസാറ്, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സാറിനെ പരിചയമുണ്ട്, സാറെന്തായാലും എൻ്റെ വീട് വരെ വന്നല്ലോ, വളരെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഹരിസാറാണെങ്കിൽ ഈ ഋഷിയെ തന്നെയാണ് നോക്കണത്. അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഋഷീനെ നന്ദൻ കൊന്നെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഋഷി ഇവിടെ ജീവനോട് നിൽക്കുന്നുണ്ടല്ലോ, മരിച്ചിട്ട് പ്രേതമായി വന്നേക്കണമെന്നൊന്നുമല്ല, ശരിക്കും ജീവനുള്ള ഋഷി തന്നെ നിൽക്കണേ. അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ, നന്ദനെ എല്ലാവരും ചേർന്ന് ചതിക്കണതാണ്. ഇനിയിപ്പം ഇവരുടെ അറിവോട് കൂടിയാണോ ഇങ്ങനെ സംഭവിച്ചേക്കണേന്ന് അറിയണം. എന്തായാലും ഞാൻ ചന്ദ്രോത്തുകാരുമായിട്ടുള്ള ബന്ധം തൽക്കാലം ഇവിടെ പറയാതിരിക്കണേ നല്ലതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, സാർ ഇവിടെ ഇരിക്കുക, ഞാൻ സാറിന് കുടിക്കാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് അരുന്ധതി അങ്ങോട്ട് പോയതും ഈ ഹരിസാറ് ഋഷിയോട് പറയുന്നുണ്ട്, ഋഷി ഇവിടെ ഇരിക്കുക, എന്തിനാ മോനോടെ നിൽക്കണേന്ന് ചോദിക്കുമ്പം ഋഷി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പം പഠിത്തം കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞുവെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്, ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ ഞാൻ അതിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്, കുറേ നാളുകളോളം ഞാൻ കോമ സ്റ്റേജിൽ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ എന്ത് സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പം ഈ ഋഷി പ്രഭാവതിയുടെ കാര്യമൊന്നും പറയണില്ല, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണെന്ന് മാത്രമേ പറയണുള്ളൂ. പിന്നീട് അരുന്ധതി ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ മാധവനോട് കഞ്ഞി കുടിക്കാൻ പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നോട് എത്ര ദിവസമായി പറയണു നന്ദനെ എനിക്കൊന്ന് കാണണമെന്ന്, മോൾ എന്തിനാ ഇത്ര വാശി കാണിക്കണേ, അത് നന്ദന് കയ്യബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നന്ദനോട് വിരോധം എന്ന് ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ തിരിച്ചൊന്നും പറയണില്ല. ആ സമയം
മാധവൻ ചോദിക്കുന്നുണ്ട് മോളെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ഇപ്പോൾ എന്ത് പറയാനാ, നന്ദു എന്തായാലും ഇങ്ങോട്ട് വരില്ല, അഥവാ ഇനി നന്ദു വരാൻ തുടങ്ങിയാലും ഞാൻ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് മോളെ ഇത്ര വാശിയൊന്നും വേണ്ട, നന്ദനൊരു പാവമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിക വന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര പാവ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കണേന്ന് പറയുമ്പോൾ മാധവൻ ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിച്ച കാര്യം ശാരി നീ പറയണത്, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞില്ലേ അത് നന്ദൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചതാണ്, പിന്നെ എന്തിനാ നിങ്ങൾ നന്ദനോട് വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വൈരാഗ്യമൊന്നുമില്ല, പിന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാച്ചാ അതാ നന്ദേട്ടനും കൂടി വരാത്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതീനാണ്. പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് ഹരിയേട്ടൻ പോയിട്ട് വിളിച്ചോ സിദ്ധു എന്ന് ചോദിക്കുമ്പം ഇല്ല, അരുന്ധതിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞാൽ ഹരിയേട്ടൻ പോയ, എന്തായാലും ഇന്ന് തന്നെ ഹരിയേട്ടൻ അരുന്ധതിയുടെ വീട്ടിൽ പോവും, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുകയും ചെയ്യും. ഇനിയിപ്പം നന്ദൻ എന്തെങ്കിലും ഹരിയേട്ടനിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിയേട്ടനായിട്ട് തന്നെ കണ്ടുപിടിക്കുന്നു. അത് കേട്ടതും പ്രഭാവതിക്ക് ഇങ്ങനെ ആകെ ടെൻഷനാവുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രഭ താൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് സിദ്ധു എനിക്കൊരു കാര്യം സിദ്ധുവിനോട് പറയാനുണ്ട്, എന്തായാലും അന്ന് ആ സംഭവം നടക്കുമ്പം നന്ദൻ്റെ കൂടെ കെവിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് കെവിനോ, അവൻ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഈ ഋഷിയെ നന്ദനെ അടിച്ച് ബോധം പോയതും കെവിനെ ആളൊഴിഞ്ഞ് ആ പഴയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയതും പിന്നെ അവിടെ വെച്ച് നന്ദൻ തല്ലിയപ്പോൾ ഋഷി മരിച്ചതും അതോടുകൂടി ഋഷിയെ കുഴി വെട്ടി കുഴിച്ചിട്ടതൊക്കെ കെവിനും കെവിൻ്റെ ആൾക്കാരും ചേർന്നതാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി മരിച്ചത് നന്ദൻ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല സിദ്ധു, നന്ദൻ ഋഷിയെ തല്ലി ഋഷിയുടെ ബോധം പോയതും കെവിൻ നന്ദനോട് വീട്ടിൽ പോയിക്കോളാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് ആ കെവിൻ വിളിച്ച് ഋഷി മരിച്ചു എന്ന കാര്യം പറഞ്ഞത്. അപ്പം നന്ദൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പം കെവിൻ സമ്മതിച്ചില്ല, കെവിൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കെവിനെ ആളെ കൂട്ടി ഋഷിയുടെ ബോഡി കുഴിച്ചിട്ടതെന്ന്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ തന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞ്. പിന്നീട് ആ DYSP കുരുവിള നന്ദനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനും വന്നതാ. പിന്നീട് സ്റ്റേഷനിൽ ചെന്ന് DYSPനെ കണ്ടതും DYSPക്ക് ഇസബെല്ല വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നന്ദനെ ആ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കുമായിരുന്നു. ഇത് കേട്ടെന്ന് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നിൽ നിന്നും ദേവികയിൽ നിന്നും നിങ്ങളെല്ലാവരും ചേർന്ന് മറച്ചു വെച്ചിരിക്കുമായിരുന്നു അല്ലേ, അപ്പോൾ വെറുതെ അല്ല നന്ദൻ ഇസബെല്ല പറയണതും കേട്ട് നടക്കണത്, ഇസബെല്ലയുടെ അഭിപ്രായത്തിലാണോ ഇനിയിപ്പോൾ ആ പ്ലാന്റിനും നിങ്ങൾ അനുമതി കൊടുത്തതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതേ സിദ്ധു, ഇസബെല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തതെന്ന്. അപ്പോൾ പിന്നെ ആ ഫയൽ കാണാതായതിന് പിന്നിലും ഇസബെല്ല തന്നെയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല സിദ്ധു, ഞാൻ അതിനെക്കുറിച്ച് നന്ദനോട് ചോദിച്ചിട്ട് നന്ദൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, എന്തായാലും ആ ഫയൽ നന്ദൻ മാറ്റി വെച്ചത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതേ സിദ്ധു, ആ ഫയൽ നന്ദൻ ആർക്കോ വേണ്ടി മാറ്റി വെച്ചതാ, പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ടപ്പം ആ ഫയൽ തിരികെ തന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളിനെ തന്നെയാണ്. ഹരിയങ്കളാണെങ്കിൽ അരുന്ധതിയുടെ അടുത്ത് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് എന്നാൽ ഞാൻ പോട്ടെ അരുന്ധതി, വെറുതെ വന്നതാ, എന്തായാലും അരുന്ധതിയുടെ മോനെയും കാണാൻ പറ്റിയല്ലോ, എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങട്ടെ, ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ വരാമെന്നും പറഞ്ഞ് ഹരിയങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹരിയങ്കൾ പോയി കഴിഞ്ഞതും അരുന്ധതിനോട് ഋഷി ചോദിക്കുന്നുണ്ട് അതാരാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയില്ലേ അദ്ദേഹം ഒരു ജഡ്ജാ, അദ്ദേഹം എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, ഇതിലെ പോയപ്പോൾ കയറിയതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞ്, വേറെ കാരണങ്ങളൊന്നും ഉണ്ടാവില്ലാന്ന്. ഇതേ സമയം നമ്മളുടെ കെവിൻ അങ്ങോട്ട് വരുന്നുണ്ട്. കെവിൻ വന്നതും ഈ ഹരിയങ്കൾ ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട്. കെവിൻ അകത്തേക്ക് കയറിയിട്ട് അതാരാ ഇപ്പോൾ പോയ ആൻറ്റിന്ന് ചോദിക്കുമ്പം അത് ഹരിസാറോ അതാരാന്ന് ചോദിക്കുമ്പം അദ്ദേഹം ഒരു ജഡ്ജാണെന്ന് പറയുന്നു. അത് കേട്ടതും കെവിൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം വെറുതെ ഇതിൽ പോയിപ്പോൾ കയറിയതാ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് കെവിനോട് ചോദിക്കുന്നുണ്ട് എന്തായി കെവിൻ കാര്യങ്ങളൊക്കെ, ചന്ദ്രോത്ത് നീക്കങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല ആൻറ്റി, നന്ദനെ അവർ വീട്ടുതടങ്കലിൽ വെച്ചേക്കുക, അതുപോലെ തന്നെ നന്ദൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ്, അവിടുത്തെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗ്ഗവുമില്ല. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് ഇത് തീക്കളിയാണ് ഋഷി, എന്തായാലും എത്രയും പെട്ടെന്ന് അവരോട് സത്യങ്ങൾ തുറന്നു പറയണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത് ഋഷി തന്നെയായിരിക്കും. കെവിനും ഇസബെല്ലയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നീ കൊല്ലപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കെവിൻ ഇതിനകത്ത് പ്രതിയുമല്ല. അന്നേരം കെവിൻ പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞത് നേരാ ഋഷി, ഇനിയും നമ്മളിത് മറച്ചു വെച്ചുകൊണ്ടിരുന്ന ദേവിക നിയമപരമായി മുന്നോട്ട് പോകുന്ന തോന്നണേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസും അന്വേഷണവും ഒക്കെ വരുമ്പം ഋഷി
ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാവും. അത് വലിയൊരു കുറ്റമായിരിക്കും. അതുകൊണ്ട് നമുക്കിനി ഇത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നന്ദൻ ജയിലിൽ പോകണം, അതുവരെ ഞാൻ ഈ ഒളിച്ചുകളി തുടരുമെന്ന്. അങ്ങനെ ഋഷി പറഞ്ഞതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, നന്ദൻ ജയിലിൽ പോയി കഴിഞ്ഞാലും പിന്നെ നിനക്ക് പുറം ലോകത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഋഷി, നിൻ്റെ ജീവിതം തന്നെ മാറിപ്പോകുമെന്ന് പറയുമ്പം ഋഷി വാശിയോടുകൂടി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല, നന്ദനും ദേവികയും ഒരുമിച്ച് ജീവിക്കരുത്. അതുപോലെ തന്നെ ആ പ്രഭാവതി മനസ്സമാധാനം എന്തെന്ന് അറിയാതെ ജീവിക്കണം, അവരുടെ കുടുംബം അങ്ങനെ തകർന്ന് ഇല്ലാണ്ടാവണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്ത് പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹരിയങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഹരിയങ്ങളിനെ കണ്ടതും പ്രഭാവതി ഇതേ ഹരിയേട്ടൻ വന്നു സിദ്ധു എന്ന് പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥം വേഗം തന്നെ എന്തായി ഹരിയേട്ട, അരുന്ധതിയുടെ വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞ നന്ദൻ ഋഷിയെ കൊന്നു എന്ന് ചോദിക്കുന്നു. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, ഞാൻ നേരെ പറഞ്ഞ അങ്കിളെ, ഞാൻ ഋഷിയെ കൊന്നു എന്ന്. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട്, മരിച്ച ഋഷിയാണോ അരുന്ധതിയുടെ വീട്ടിൽ ജീവനോടെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഹരിയേട്ടൻ പറയണത്, ഋഷി മരിച്ചിട്ടില്ല എന്നോ, അപ്പോൾ പിന്നെ നന്ദൻ കൊന്നത് ആരെയാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അരുന്ധതിയുടെ മകൻ ഋഷി അവിടെ ജീവനോടെ ഉണ്ട്, ഞാൻ അവൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളിതൊന്ന് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഹരിയങ്ങൾ ഫോണെടുത്ത് ഈ ഋഷിയും അരുന്ധതിയും ഹരിയങ്ങളൊക്കെ നിൽക്കണ ആ ഒരു വീഡിയോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും പ്രഭാവതിയും നന്ദനും സിദ്ധാർത്ഥനൊക്കെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഹരിയങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇസബല്ലയുടെയും കെവിൻ്റെയും കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.